ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ HDFC ബാങ്കിന്റെ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വേക്കൻസിയെ പറ്റി പറയുകയാണെങ്കിൽ വേക്കൻസി കൊച്ചിയിലുണ്ട്, കോട്ടയത്തുണ്ട്, മൂവാറ്റുപുഴയിലുണ്ട്, മാർത്താണ്ഡം തമിഴ്നാട്ടിലുണ്ട്, അതുകൂടാതെ തൃശ്ശൂര്, കണ്ണൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡിസ്ട്രിക്ട് അടുത്ത് വരുന്നത് അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ബാങ്കിൽ ജോലി കിട്ടുവാനുമുള്ള സാധ്യത വളരെയേറെയാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ പർട്ടിക്കുലറായി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസിയുടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് മൂവാറ്റുപുഴ, കൊച്ചി, തൃശ്ശൂര്, കണ്ണൂര്, കോട്ടയം എന്നിവിടങ്ങളിലുള്ള ആ വേക്കൻസിയുടെ ഞാൻ ഒരു പ്രത്യേക ലിങ്ക് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു കറണ്ട് അവരുടെ വേക്കൻസി അതിൽ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ പറ്റും. അതുകൂടാതെ വേറൊരു ലിങ്ക് ഞാൻ താഴെ തരുന്നുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അവർ പ്രത്യേകിച്ച് യോഗ്യതയൊന്നും ചോദിക്കുന്നില്ല. അവർ നിങ്ങളുടെ CV മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ CV അയക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷനും അവരുടെ ക്രൈറ്റീരിയയുമായിട്ട്, അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ടച്ച് ചെയ്യും. അവരുടെ ഈ വെബ്സൈറ്റിൽ പറയുന്നത് തന്നെ ഷെയർ യുവർ ഡീറ്റെയിൽ ബിലോ ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടച്ച്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ CV ഞങ്ങൾക്ക് അയക്കി. ആ ഒരു CV അനുസരിച്ച് ഞങ്ങൾ നിങ്ങളെ ടച്ച് ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതും നിങ്ങൾക്ക്, അതായത് ഗ്രാജുവേറ്റ് അല്ലാത്തവർ 10 പാസ്സായവർ, 12 പാസ്സായവർക്കും നിങ്ങളുടെ CV HDFC ബാങ്കിന്റെ ഈ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. അതുകൂടാതെ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസിയുടെ ഒക്കെ ഒരു പർട്ടിക്കുലർ വേറെ ഒരു ലിങ്ക് അല്ലെങ്കിൽ വേറെ തന്നിട്ടുണ്ട്. അപ്പം പർട്ടിക്കുലർ അതായത് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന, നമ്മളിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന, ഇൻവൈറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളുടെ അതാണ് നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസി. അതിന്റെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2 ലിങ്കിലും ക്ലിക്ക് ചെയ്യാം. അപ്പം ഇപ്പൊ ഈ കറണ്ട് വേക്കൻസിയിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷനാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിന് ഏജ് ലിമിറ്റ് എന്തായിരിക്കണം, ഫീസ് എന്താണ്, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ, അത് ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല, എക്സാമും ഇല്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇവർ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പം എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് അതിലേക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെല്ലാം വേക്കൻസിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യമായി എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുകണക്ക് തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കാര്യം ഇതുകണക്കുള്ള ഈ വേക്കൻസികൾ, നമ്മുടെ കേരളത്തിലുള്ള വേക്കൻസികളും മറ്റുള്ള വേക്കൻസികളും നിങ്ങളെൻ്റെ വീഡിയോ കാണണം. അതിനകത്ത് ദുബായിയുടെ ഒരുപാട് വേക്കൻസികളുണ്ട്. അവിടെ നമ്മൾ ഒരു പൈസയും മുടക്കാതെ അവർ തന്നെ, കമ്പനി തന്നെ നമുക്ക് വിസ ശരിയാക്കി തരുന്നു. അതുകൂടാതെ ടിക്കറ്റ് എടുത്ത് തരുന്നു. അവിടെ അക്കോമഡേഷൻ ഉണ്ട്, ഫുഡുണ്ട്. ലുലു മാളിന്റെ വേക്കൻസി വരെ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെയും സെയിം കണ്ടീഷനാണ്. നിങ്ങൾ പൈസ മുടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ വിസ നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. റെപ്യൂട്ടഡ് കമ്പനിയാണ്. അവിടെ ഒരു ഏജന്റിന്റെയും ഒരു കാര്യമില്ല. അപ്പൊ ഈ HDFC ബാങ്കിന്റെ കാര്യത്തിലും സെയിം കാര്യമാണ്. നിങ്ങൾ ഒരു പൈസ പോലും ഇതിന് മുടക്കേണ്ട, ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപ്പം അധികം ദീർഘിപ്പിക്കാതെ ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കാം. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025, 2026 ഔട്ട്. അപ്ലൈ ഓൺലൈൻ, നോ എക്സാം, നോ ഫീസ്. ആദ്യമേ പറഞ്ഞോട്ടെ, ഇതിന് എക്സാം ഫീസും ഇല്ല. എക്സാം ഇല്ല, എക്സാം ഫീസും ഇല്ല. ഇനി ഓർഗനൈസേഷൻ നെയിം HDFC ബാങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. സ്റ്റാർട്ട് ഡേറ്റ് ആൾറെഡി സ്റ്റാർട്ടഡ്. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ആസ് സൂൺ ആസ് പോസിബിൾ. ഏജ് ലിമിറ്റ് 18+. ഇത് അതായത് എത്ര വയസ്സും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 തൊട്ടുള്ളത് പറയുന്നുണ്ട്. എത്ര വയസ്സ് വരെ എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. സാലറി എന്ന് പറയുന്നത് 25,000 തൊട്ട് 67,000, ഡിപ്പെൻഡ് അപ്പോൺ പോസ്റ്റ് ആൻഡ് റിക്വയർമെന്റ്.
അതായത് ഓരോ പോസ്റ്റിനും അനുസരിച്ച് സാലറി മാറിക്കൊണ്ടിരിക്കുക. ഏറ്റവും കുറഞ്ഞ 25,000, ഏറ്റവും കൂടിയ 67,000 രൂപ വരെ ശമ്പളമുള്ള ജോലികളാണ്. അതും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള വേക്കൻസിയാണ്. ഏതെല്ലാം വേക്കൻസി ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ട്, ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ് ഉണ്ട്, ക്രെഡിറ്റ് അപ്രൈസർ, CA റീറ്റെയിൽ ലെൻഡിംഗ് ഉണ്ട്, ലീഗൽ അപ്രൈസർ ഉണ്ട്, റിക്കവറി കളക്ഷൻ ഓഫീസർ ഉണ്ട്, റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്, ടെക്നിക്കൽ അപ്രൈസർ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവർ ഈ ഒരു, അതായത് നിങ്ങൾ നോക്കണം, ഈ ഒരു കാര്യത്തിലേക്കാണ് ഇവര്, ഈ ഒരു വേക്കൻസിയിലേക്കാണ് ഇവര് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പം അത് കണക്ക് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഓൺ ഇന്റർവ്യൂ ബേസിസ് ആണ് സെലക്ഷൻ. നിങ്ങൾക്ക് എക്സാം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്റർവ്യൂ നിങ്ങൾ അയക്കുന്ന ബയോഡാറ്റ, നിങ്ങളുടെ CV സെലക്ഷൻ ആവുകയാണെങ്കിൽ നിങ്ങളെ വിളിച്ച് ഇന്റർവ്യൂ നടത്തുകയും നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്പോയിൻമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വേക്കൻസിയാണിത്. അപ്പോൾ ഈ വേക്കൻസി നിങ്ങൾ വിട്ടുകളയൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണ്. ഓൺ ഇന്റർവ്യൂ ബേസിക് ആണ് സെലക്ഷൻ പ്രോസസ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് മാക്സിമം കാറ്റഗറി പോസ്റ്റ് ടു പോസ്റ്റ്. ഓരോ പോസ്റ്റിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അത് കാണാൻ പറ്റുക അപ്ലൈ ചെയ്യുവാനായിട്ട്. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സാലറിയാണ് HDFC ബാങ്കിൽ തരുന്നത്. അപ്പോൾ ഈ രണ്ട് ലിങ്കും ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ജനറൽ അപ്ലൈ ലിങ്ക് അല്ലെങ്കിൽ കറണ്ട് അപ്ലൈ ലിങ്ക് എന്ന് പറയും. ഈ കറണ്ട് അപ്ലൈ ലിങ്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു വേക്കൻസിയിലേക്കുള്ള അവർ ചോദിക്കുക, നമ്മളിൽ നിന്ന് അവർ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു വേക്കൻസിയിലേക്കുള്ളതാണ് ഈ കറണ്ട് അപ്ലൈ ലിങ്ക്. ഈ ജനറൽ അപ്ലൈ ലിങ്ക് എന്ന് പറയുന്നത് ആർക്കും അപേക്ഷിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഇത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു വേക്കൻസി നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തള്ളിക്കളയല്. ഈ ജനറൽ അപ്ലൈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ CV അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും അവർ വിളിക്കും. ഞാൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എൻ്റെ തമിഴിൽ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കും 12ാം ക്ലാസ് പാസ്സായവർക്കും ഒക്കെ ഈ ജനറൽ അപ്ലൈ ലിങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, നിങ്ങൾ ആ അപ്ലൈ ലിങ്ക് ഞാൻ തന്നിരിക്കുന്ന കറണ്ട് അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ പറയുന്നുണ്ട് കറണ്ട് വേക്കൻസീസ് എന്ന് പറയുന്നത് ഇവിടെ ടെക്നിക്കൽ അപ്രൈസർ കോട്ടയം മൂവാറ്റുപുഴ, അത് കണക്ക് തന്നെ കൊച്ചിയിലുണ്ട്, ഓപ്പറേഷൻ കൊച്ചിയിലുണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് കണ്ണൂരുണ്ട്, ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ് തൃശ്ശൂരിലുണ്ട്, കാലിക്കറ്റുണ്ട്, പിന്നെ ടെക്നിക്കൽ അപ്രൈസർ മാർത്താണ്ഡ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു വേക്കൻസി നമുക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ് തൃശ്ശൂരിലുള്ള ഒരു വേക്കൻസി എനിക്ക് അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഇവിടെ അപ്രൈസിയൽ അസസ് ക്രെഡിറ്റ് വർത്തിനെസ് ആൻഡ് എബിലിറ്റി ഓഫ് ദ കസ്റ്റമർ ടു റീപേ ബാക്ക് ദ ലോൺ ഇൻ ഫ്യൂച്ചർ. എന്തൊക്കെയാണ് ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ ഡിസൈഡ് കാൻഡിഡേറ്റ് പ്രൊഫൈൽ, നിങ്ങൾ ഈ പ്രൊഫൈലുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഒരു ആപ്ലിക്കേഷൻ വെബ്സൈറ്റ്, അവരുടെ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്, നെയിം, ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്, നെയിം, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം, സിംഗിൾ ആണോ മാരീഡ് ഒന്നാണോ എന്നുള്ള ലാംഗ്വേജ് നിങ്ങളുടെ ഏതൊക്കെ അറിയാമെന്നുള്ളത് കൊടുക്കണം. അതർ എന്തെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ അത് കൊടുക്കണം. കോൺടാക്ട് ഇൻഫോർമേഷൻ നിങ്ങളുടെ ചോദിക്കുന്നുണ്ട്. പെർമനന്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. സെലക്ട് സ്റ്റേറ്റ്, ഈ നിങ്ങളുടെ എൻ്റെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. കാര്യം അവർക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട് ഈ കാൻഡിഡേറ്റിനെ. അതായത് അക്കാഡമിക് ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന, അതായത് ഞാൻ കാണിക്കുന്ന ഈ ഒരു വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്, കൊച്ചിയിലുള്ള ഈ ഒരു വേക്കൻസിയിൽ നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പറയുന്ന ഒരു വേക്കൻസിയിലേക്ക് ഞാൻ രണ്ടാമത്തെ ലിങ്ക് തന്നിരിക്കുന്നത്. അപ്ലൈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരും. ഇവിടെ അവർ പറയുന്നുണ്ട് ഷെയർ യുവർ
ഇവിടെ പറയുന്നുണ്ട് ഷെയർ യുവർ ഡീറ്റെയിൽ ബിലോ ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ ടച്ച്. നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ള കാര്യം യുവർ സെൽഫ് എന്ന് പറയുന്നത്, നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിനു മുന്നേ ഇവർ ചോദിക്കുന്ന നിങ്ങൾ മിസ്റ്റർ ആണോ മിസ്സസ് ആണോ എന്നുള്ള കാര്യം ഇവിടെ എഴുതണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, പ്രിഫേർഡ് ലൊക്കേഷൻ, നിങ്ങൾ ഏത് ലൊക്കേഷനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എന്താണെന്ന് ഇവിടെ എഴുതണം. ഇൻഡസ്ട്രി ാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറണ്ട് ജോബ് എന്താണ്, നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്താണ്, ഇവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യണം. ഇവിടെയും ഡീറ്റെയിൽ നിങ്ങൾ കൊടുക്കണം. കൊടുത്തിട്ട് നിങ്ങൾ ഈ ക്യാപ്ച ഇവിടെ എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ, അതായത് 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് തന്നിട്ടുണ്ട്. ഒന്നിന് കറണ്ട് വേക്കൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, രണ്ടാമത്തതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളുടെ CV എന്താണ്, അത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ അത് കണ്ടിട്ട് അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.